ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക്, ഇന്ന് നീ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന്, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടം, ഈശോയെക്കുറിച്ച് ആളുകൾ കേൾക്കുമ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടുക. ഈശോനെ കേൾക്കണമെന്നുണ്ട്, ഈശോ കാണണമെന്നുണ്ട്, സൗഖ്യം പ്രാപിക്കുന്നു, വിടുതലുണ്ട്. ഇതൊക്കെ ആളുകളുടെ ആഗ്രഹം, വലിയ ആഗ്രഹത്തോടു കൂടിയ ഓടുക. ഇന്നത്തെ സംവിധാനങ്ങളല്ല, വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, വ്യക്തമായ റോഡ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സാധിക്കുന്നൊക്കെ രീതികൾ ഈശോയുടെ അടുത്തേക്ക് ആളുകൾ എത്തിക്കഴിയുന്നവരൊക്കെ പല രീതികളിൽ അവനെ അനുഭവിച്ചിട്ട് സന്തോഷത്തോടെ പോവുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടുമ്പുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളെ കെടുത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈശോയെക്കുറിച്ച് കേട്ടിട്ട് രോഗികളെ കൊണ്ട് ഓടി വരിക, പോകുന്ന വഴി അറിഞ്ഞിട്ട് ഈ പൊതുസ്ഥലങ്ങളിൽ ഇവരൊക്കെ കിടത്തുക. ഈശോയ്ക്ക് ഒന്നും ഒരു സൗഖ്യം പറഞ്ഞില്ലെങ്കിൽ വർഷത്തിൻ്റെ വിളുമ്പിലെങ്കിലും തൊടാൻ പറ്റിയാൽ മതി, സൗഖ്യം കിട്ടും. വലിയൊരു വിശ്വാസം. സൗഖ്യങ്ങൾ കൊടുത്തുകൊണ്ട്, വിടുതൽ കൊടുത്തുകൊണ്ട് അവൻ അതിലെല്ലാം കടന്നുപോയി. അതേ ഈശോയുടെ മുമ്പിലാണ് പ്രിയ സഹോദര സഹോദരി, നീ പ്രഭാതത്തിലായിരിക്കുക. ഇവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമി തൊട്ടിട്ട് സൗഖ്യം പ്രാപിച്ചു. ഇവൻ പറഞ്ഞു സൗഖ്യം കിട്ടി, ഇവൻ ശാസിച്ചു വിടുതൽ കിട്ടി. അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകൾ എന്ന് കൊടുക്കുക. നീ കൊടുക്ക്. ഉത്തരം തരുന്നതിന് മുമ്പിലാണ്. ഇവൻ തീർച്ചയായിട്ടും ഉത്തരം തരും. നീ കൊടുക്കുക ജീവിതത്തെ. നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് ഏറ്റെടുക്കും. ഒന്ന് കണ്ണുകൾ അടച്ച കരങ്ങൾ കൂപ്പി ജീവിത പ്രതിസന്ധികളെ, രോഗാവസ്ഥകളെ, വിടുതൽ വേണ്ട മേഖലകളെ ശാന്തമായിട്ട് നോക്കും. നല്ലവനായ കർത്താവെ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി സമർപ്പിച്ച സങ്കടങ്ങളെ പ്രത്യേകമായിട്ട് ചേർത്ത് വയ്ക്കുന്നു. സൗഖ്യം വേണ്ട മേഖലകൾ, വിടുതൽ വേണ്ട മേഖലകൾ, ഉത്തരം വേണ്ട മേഖല, കർത്താവെ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണമേ. പക്ഷെ നിന്നോടൊപ്പമായിരുന്ന് ആനന്ദിക്കുവാൻ ഈ വ്യക്തിക്കും കുടുംബത്തിന് സാധിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.